സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അടുത്ത 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ബൈബിളിലുള്ള 65 പുസ്തകങ്ങൾ നിറവേറിയതാണ്. 66-ാമത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം നിറവേറുവാനുള്ളതാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ളതായ വിശുദ്ധ യോഹന്നാൻ ഒരുപാട് പീഡകൾ അനുഭവിച്ച സമയത്ത് തിളച്ചു മറിയുന്നതായ എണ്ണയിൽ അവനെ ഇട്ടിട്ടും അവൻ മരിച്ചുപോയില്ല. രാജാവിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കാത്തതുകൊണ്ട് യോഹന്നാനെ ആ രാജാവ് ഒരുപാട് ഉപദ്രവിക്കാനിടയായി. ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടും യോഹന്നാൻ മരിച്ചില്ല. പിന്നീട് വാർദ്ധക്യത്തിൽ ഉള്ളതായ ആ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ കൊണ്ട് കളഞ്ഞിട്ട് വരിക എന്ന് കൽപ്പിച്ചു. അവിടെ വെള്ളവും ആഹാരവും ലഭിക്കാതെ മരിച്ചു പോകും എന്നവർ പറയുവാൻ ഇടയായി. അതൊരു ഒറ്റപ്പെട്ട ദ്വീപാണ്, ചുറ്റും വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. ആ പത്മോസ് ദ്വീപിൽ അവനെ കൊണ്ട് ഉപേക്ഷിക്കുവാനിടയായി. വാർദ്ധക്യപ്രായത്തിൽ ഉള്ളത് യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നിറവേറുവാൻ ഉള്ളതായ കാലം ആസന്നമായിരിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ അന്ത്യകാലത്ത് നടക്കുവാനിരിക്കുന്ന 7 സഭകളുടെ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തു തന്നെ ഇവയെല്ലാം തന്നെ പറഞ്ഞ് എഴുതിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. എഫെസോസിലെ സഭയെ നോക്കുമ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ സഭയാണ്. സ്മുർണ സഭ കഷ്ടത വന്നപ്പോഴും ദാരിദ്ര്യം വന്നപ്പോഴും അത് സഹിച്ചതായിട്ടുള്ളതായ സഭയാണ്. അതുപോലെ പെർഗമോസ് സഭ നന്നായിരിക്കുന്നു എങ്കിലും ബിലയാമിന്റെ ഉപദേശം അനുഷ്ഠിക്കുന്ന സഭയാണ്. തുയദൈര സഭ ഇസബേലിന്റെ ഉപദേശത്തെ അനുഷ്ഠിക്കുന്ന സഭയാണ്. സർദീസ് ജീവനുള്ളവനെങ്കിലും മരിച്ച അവസ്ഥയിൽ നിർജീവ അവസ്ഥയിലായിരിക്കുന്നതായ സഭയാണ്. ഫിലദൽഫിയ സുവിശേഷം അറിയിക്കുന്ന സഭയാണ്. ലവോദിക്യ ശീതോഷ്ണവാനായ സഭയാണ്. 7 സഭയെക്കുറിച്ചും വിവരിക്കുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ 7-മതുള്ളതായ സഭയെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആശിക്കുകയാണ്. ഈ സഭയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശീതോഷ്ണമായ സഭയാണ്. എങ്ങനെയുള്ള സഭയാണ്? ശീതോഷ്ണമായത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കോഫി നാം ചൂടോടെ കുടിക്കും, നല്ല തണുപ്പോടെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. എന്താണ്? ചൂടുള്ള പാനീയങ്ങളും കുടിക്കുവാൻ നല്ലതാണ്, അതുപോലെ തന്നെ തണുത്ത പാനീയങ്ങളും കുടിക്കുവാൻ നല്ലതാണ്. ചൂടും തണുപ്പുമുള്ളവ എങ്ങനെയാണ്? കോഫി ചൂടോടുകൂടി വെച്ചു, എന്നാൽ കുടിക്കുവാൻ മറന്നുപോയി. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ തണുത്തിരിക്കുന്നു. വീണ്ടും വേറെ കാപ്പി കൊണ്ടുവരാൻ പറയുന്നു. എന്തുകൊണ്ടാണ്? തണുത്തു പോയതുകൊണ്ട്. അത് തണുത്തു പോയതുകൊണ്ട് നാം കുടിക്കുകയില്ല, അത് നല്ലതായിരിക്കില്ല. ഈ സഭയുടെ അവസ്ഥ എന്താണ്? അത് തണുത്തു പോയിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ദൈവം ഈ സഭയോട് പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനും അല്ല. നീ ഉഷ്ണവാനായിരുന്നുവെങ്കിൽ നന്നായിരുന്നു, ശീതവാനായിരുന്നുവെങ്കിൽ നന്നായിരുന്നു, എന്നാൽ നീ ശീതോഷ്ണവാനായിരിക്കുന്നു. ഇന്നുള്ളതായ അനേകം ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. അതായത് വിശ്വാസത്തിൽ ഒരുപാട് തണുത്തുപോയി എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണർവൊക്കെ ഒരുപാട് തണുത്തുപോയി എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നതായ ആദ്യ സമയങ്ങളിൽ നല്ല ചൂടുള്ളവനായിരിക്കാം, നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹമുള്ളവനായി, നല്ല ഉണർവുള്ളവനായിരിക്കും.
കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യുവാനുള്ള ഉണർവ് ഒരുപാട് കാണും. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണത്. വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു റിച്ചായിട്ടുള്ള സഭയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. നന്മ പ്രാപിച്ചതായ സഭയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്മ പ്രാപിച്ചതായ സഭയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ നമുക്ക് സമൃദ്ധി ഉണ്ടാകുവാനിടയാകും. നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ല വളർച്ച ഉണ്ടാകും. എല്ലാ രീതിയിലും ഉയരുവാൻ ഇടയാകും. നാം ഉയർന്ന സ്ഥിതിയിൽ വന്നതിന് ശേഷം നമ്മെ ഉയർത്തിയ ദൈവത്തെ മറന്നിട്ട് നമ്മുടെ സ്ഥാനത്തെ പിടിച്ചുകൊണ്ട് നാം ഇരിക്കും. ഈ ലവോദിക്ക സഭയുടെ കാര്യവും ഇങ്ങനെയാണ്. ഈ ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നല്ല നല്ല വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന സ്ഥലം. അവിടെ നല്ല കൺമഷി ഉള്ള സ്ഥലമാണ്. കണ്ണിന് ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും സുഖപ്പെടുത്താൻ കഴിവുള്ളതായ കൺമഷിയുള്ള ഇടം. അവിടെ ഒരുപാട് സമ്പത്തുണ്ട്. എന്നാൽ ഇവയെല്ലാം വന്നതിന് ശേഷം ഒരു വ്യക്തി യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ തണുത്തു പോവുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ തണുത്തതായ ക്രിസ്ത്യാനികളാണോ അതോ ചൂടുള്ളതായ ക്രിസ്ത്യാനികളാണോ? എന്താണ്? നിങ്ങൾ നല്ല ചൂടുള്ളവരാണ് എങ്കിൽ രാത്രിയും പകലും ഉപവാസ പ്രാർത്ഥന കഴിച്ച് വീട്ടുകാരെല്ലാവരും തന്നെ രക്ഷിക്കപ്പെടുന്നത് വരെയും കർത്താവിൻ്റെ പാദത്തിൽ പിടിച്ചുകൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പോരാടുന്ന വ്യക്തിയായിരിക്കും. ഞാനെന്താണ് ചെയ്യേണ്ടത്? അവർ മാനസാന്തരപ്പെടുന്നില്ല, ഇപ്പോൾ ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ തണുത്തു പോയിരിക്കുന്നു. ഒരു വ്യക്തി ദൈവമായ നല്ല കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ അവൻ ഉണർവുള്ളവനായിരിക്കും, നല്ല തീക്ഷ്ണതയുള്ള വ്യക്തിയായിരിക്കും, ദിവസവും 3 പ്രാവശ്യം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതായ വ്യക്തിയായിരിക്കും, വചനത്തെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നതായ വ്യക്തിയായിരിക്കും. കാണുന്നവരോടെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടാകും. അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവർ പറയുക തന്നെ ചെയ്യും. നല്ല ഉണർവുള്ളവനായ ക്രിസ്ത്യാനി, തീക്ഷ്ണതയുള്ളവനായ ക്രിസ്ത്യാനിയുടെ ചിന്തയും ആലോചനയും ഇവയെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും എന്ന് ആലോചിക്കുന്നതായ വ്യക്തി ചൂടുള്ളതായ ഒരു ക്രിസ്ത്യാനി അല്ല. ഉണർവുള്ളതായ ക്രിസ്ത്യാനിയുടെ ചിന്തകൾ എങ്ങനെയാണ്? കർത്താവേ, ഈ ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഹിതം നീ എന്നെ വെളിപ്പെടുത്തണമേ. ആരോടൊക്കെയാണ് സുവിശേഷം പറയേണ്ടത്? ദൈവിക ശുശ്രൂഷകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എത്ര സമയം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കണം? എൻ്റെ മനസ്സാക്ഷിയെ എങ്ങനെയാണ് നിന്റെ മുൻപിൽ നിന്ന് നിരപ്പോടെ കാക്കുന്നത്? നല്ല ഉണർവുള്ളവരായ ക്രിസ്ത്യാനികളെ, ദിവസം എത്ര തവണ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? പറയൂ. നിങ്ങൾ പറഞ്ഞാലും എനിക്ക് കേൾക്കില്ല. 3 തവണ ചെയ്യുമെന്നൊരു സഹോദരൻ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ യേശുവേ, രാത്രി മുഴുവൻ കാത്തുരക്ഷിച്ചു, ആമേൻ. അങ്ങനെയാണോ? ചോറ് കഴിക്കുന്ന സമയത്ത് യേശുവേ, ചോറ് തന്നതിനായിട്ട് നന്ദി, ആമേൻ, ആമേൻ പറയുമ്പോഴേക്ക് ചോറകത്ത് ചെന്നിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് കട്ടിലിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നതായ ഭൂതങ്ങളും പ്രേതങ്ങളും എനിക്ക് യാതൊരു ദോഷവും ചെയ്യാതെ വണ്ണം നീ കാക്കണമേ. നീ എൻ്റെ ബെഡിന് ചുറ്റും പോലീസിനെ പോലെ കാവൽ ചെയ്യണമേ. ഞാൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അത് തന്നെയല്ലേ എപ്പോഴും ചെയ്യുന്നത്? ഇതാണോ നിങ്ങളുടെ പ്രാർത്ഥന? ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? എന്താണ്? എത്ര ആളുകൾ അന്ന് ദാനിയേലിനെ പോലെ ദിവസം 3 തവണ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇപ്പോൾ മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥനയെ നമ്മൾ മറന്നിരിക്കുന്നു. പലപ്പോഴും നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇപ്പോൾ പുതിയ രീതി വച്ചിരിക്കുന്നത്. 10 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ് ആണെങ്കിലും കുറച്ചു പേരെങ്കിലും മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് സഭയിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് അവൻ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരമെന്ന് പറഞ്ഞു. അവൻ രാവും പകലും പ്രാർത്ഥിച്ചു. നശിച്ചു പോകുന്നവരെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് താൻ വന്നതെന്ന് അവൻ അരുളി ചെയ്തു. പാപികളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നതെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെയുള്ള ഉണർവില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ചൂടുള്ള ക്രിസ്ത്യാനിയായിട്ട് മാറാൻ കഴിയും? എനിക്ക് യേശുവിനെ പോലെ ആകണം, അവനെപ്പോലെ സംസാരിക്കണം, മറ്റുള്ളവർ എന്നിൽ യേശുവിനെ കാണണം, അവനെപ്പോലെ തന്നെ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, അവൻ്റെ സ്നേഹം എന്നിൽ ഉണ്ടാകണം, ഈ ലോകത്തിലെ ജനത്തിന് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തണം എന്നുള്ള തീക്ഷ്ണത ഇല്ലാത്തവർക്ക് ഉണർവുള്ള ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. ബൈബിളിൽ ഭൗതികരായ മനുഷ്യരെ കാണുവാൻ കഴിയും, ജഡീകരായ മനുഷ്യരെ കാണുവാൻ കഴിയും, ആത്മീയരായിട്ടുള്ള മനുഷ്യരെയും കാണാൻ കഴിയും. ഭൗതികമായ മനുഷ്യരെന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികൾ. സാധാരണ മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാകില്ല. പ്രധാനമായും യേശുവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമൊക്കെ പറഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവുകയില്ല.
ഇപ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ എപ്പോഴോ മരിച്ചവനായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരമാകുന്നത് എന്ന് ചോദിക്കും. ഞാനും ചോദിച്ചിരുന്നു. ഞാനും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാക്കനാടിലെ ഒരു സഭയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് യേശുക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കളിയാക്കി ചിരിക്കുമായിരുന്നു. എന്താണ് ഇവർ ഈ പറയുന്നത്? അവർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾക്കെന്നാ വിവരമില്ലേ? കൊള്ളാം. എപ്പോഴോ യേശു കർത്താവ് മരിച്ചിരിക്കുന്നു, ഇപ്പോൾ നാം പാപം ചെയ്യുന്ന സമയത്ത് പറയുന്നു നമുക്ക് വേണ്ടി മരിച്ചതെന്ന്. ഇത് ശരിയാണോ? അതെ, നശിച്ചു പോകുന്നവർക്ക് ക്രൂശിനെക്കുറിച്ചുള്ളതായ സുവിശേഷം ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതായ നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതേ ആലയത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തോട് ചോദിച്ച് സത്യം മനസ്സിലാക്കണം എന്നുള്ള വലിയ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് 2 മണിയാകാൻ പോകുന്ന സമയത്ത് കണ്ണു തുറന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞിരുന്നു, ഉറക്കം വരികയാണെങ്കിൽ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. ദൈവം സംസാരിക്കുന്നവരെയും അടങ്ങിയിരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നടന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം വെളുപ്പിനെ 1:45 സമയത്ത് ആലയത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറുകോണിലേക്ക് ഞാൻ നടക്കുന്ന സമയം എൻ്റെ കൺമുൻപിൽ യേശുക്രിസ്തുവിൻ്റെ ദർശനം ലഭിച്ചു. ക്രൂശിൽ കിടക്കുന്നതായ യേശുക്രിസ്തു. നിനക്ക് വേണ്ടിയാണ് ഞാൻ പ്രാണൻ കൊടുത്തത് എന്ന വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ഞാൻ അന്നുവരെ ചെയ്തതായ സകല പാപങ്ങളും ഒന്നൊന്നായിട്ട് എൻ്റെ കൺമുൻപിൽ കാണുവാനിടയായി. ഞാൻ രാവിലെ വരെ കർത്താവിനോട് അതെല്ലാം ഏറ്റുപറഞ്ഞു. നേരം വെളുത്തപ്പോഴേക്കും ഒരു പുതിയതായ അനുഭൂതി, ഒരു മാനസാന്തരം, ആ രക്ഷ, പാപഭാരത്തിൽ നിന്നുള്ളതായ വിടുതൽ, അത് ഞാൻ മറക്കുകയില്ല. 1977 ഫെബ്രുവരി 15 എൻ്റെ ജീവിതം മാറി. എൻ്റെ ഹൃദയത്തിലെ സകല കാഠിന്യങ്ങളും മാറിപ്പോകുവാനിടയായി. പുതിയൊരു ജീവിതം എനിക്ക് ലഭിക്കുവാനിടയായി. അതാണ് ക്രൂശ് ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നത്. ആ കാൽവരി ദർശനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ആ ദിവസം മുതൽ ഈ ദിവസം വരെ എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. എത്ര ആളുകൾ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ദർശനത്തെ പ്രാപിച്ചിട്ടുണ്ട്? ഒരുപക്ഷെ എന്നെ അങ്ങനെ കർത്താവ് രക്ഷിച്ചതുകൊണ്ട് നിങ്ങളെയും അങ്ങനെ തന്നെ രക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളതായ അനുഭവം ഉണ്ടോ? ആ അനുഭൂതി ഉണ്ടോ? അതെ, ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നതായ ആ തീക്ഷ്ണത, ആ ഉണർവ് ഇപ്പോഴുണ്ടോ? എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ 30ാമത്തെ വയസ്സ് വരെ ഞാൻ വിവാഹം കഴിക്കാതെ ദൈവവേല ചെയ്തു. 30 വയസ്സിന് ശേഷം വിവാഹം കഴിച്ച കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളുമായി ദൈവത്തിന് വേണ്ടി ഓടുന്നു. ഇപ്പോൾ എനിക്ക് പ്രായമായിരിക്കുന്നു, ഇപ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി ഓടുകയാണ്. എൻ്റെ തീക്ഷ്ണത അല്പം പോലും കുറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ദൈവം എന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാനോടുന്ന സമയത്ത് നിങ്ങൾ കൈകളടിച്ചാൽ നിങ്ങൾക്കെന്ത് കിട്ടും? അബ്ബാ, ജയ്പാൽ പാസ്റ്റർ നല്ലവണ്ണം ഓടുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ സുഖമായിട്ടിരുന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? എന്താണ്? പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചതുപോലെ നിങ്ങൾ എന്നെയും അനുഗമിക്കുക. അതുകൊണ്ട് നിങ്ങളും അവനു വേണ്ടി ഓടുക. നിങ്ങളുടെ മക്കൾ കർത്താവിനു വേണ്ടി ഓടുവാൻ അനുവദിക്കുക. ഭൗതികമായ മനുഷ്യനോട് യേശുവിനെക്കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും അവന് മനസ്സിലാകില്ല. അവനോട് കാണിച്ചു കൊടുത്താൽ മനസ്സിലാകില്ല. നാം പറഞ്ഞു മനസ്സിലാക്കിയാൽ വെറുതെ കേട്ടിരിക്കും, അത്ര തന്നെ. ഭൗതിക സ്വഭാവമുള്ള മനുഷ്യന് ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാവുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഇരിക്കുന്നവരിൽ ആരും തന്നെ ഭൗതിക സ്വഭാവമുള്ള മനുഷ്യരല്ല. അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്തവർ, സുവിശേഷം ഇതുവരെ അറിയാത്തവർ, യഥാർത്ഥത്തിൽ ഒന്നും തന്നെ അറിയാത്തവർ, അതായത് വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെപ്പോലെ. ഞാനും അവിടെ കുറേ നാൾ ദൈവവേല ചെയ്തവനാണ്. അവരോട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ബസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല. ഘടികാരം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. വാഷിംഗ് മെഷീൻ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല. അവർക്കൊന്നും തന്നെ അറിയത്തില്ല. അവർ ആ പർവ്വതങ്ങളിൽ വസിക്കും. എന്നിട്ട് മൃഗങ്ങളുടെ മാംസമൊക്കെ ചുട്ടു തിന്നുവാനിടയാകും. കായ്കനികളൊക്കെ ഭക്ഷിച്ച് അവർ അവിടെ തന്നെ ജീവിക്കുകയാണ്. അവർക്കൊന്നും അറിയില്ല ലോകത്തെക്കുറിച്ച്. സാരി ഉടുക്കാൻ അറിയത്തില്ല. അവർക്ക് വസ്ത്രങ്ങൾ പോലുമില്ല. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ വസ്ത്രം ഉടുക്കും. വളരെ വിചിത്രമായി ജീവിക്കുന്ന ആളുകൾ. ഞാൻ ചോദിച്ചു ഒരു ദിവസം, നിങ്ങൾ ഏത് ദൈവത്തെയാണ്
ഒരു വലിയ വൃക്ഷമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് എന്നെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. കുറച്ച് പൂക്കളുമുണ്ട് അവിടെ, 2-3 കല്ലും വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്താണ്? അത്രത്തോളം വിചിത്രമായ ആളുകളാണ് അവിടെ വസിക്കുന്നത്. നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണെന്ന്? നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേര് ഉറക്കെ വളരെ വ്യക്തമായിട്ട് പറയുക. ആരാണവൻ? ആ യേശു ആരാണ്? രാജാക്കന്മാരുടെ രാജാവ്, കർത്താദി കർത്താവ്, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ, സർവ അധിപതി, രക്ഷാദുർഗമായവൻ. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ദൈവത്തെ? എത്രയോ വിശേഷതകൾ അവനുണ്ട്. അനന്തമായ ദൈവം. ഇത്ര വലിയ കർത്താവിനെ ആരാധിക്കുന്നതായ നാം എത്ര ഉല്ലാസത്തോടെയായിരിക്കണം, എത്ര തീക്ഷ്ണതയോടെ, എത്ര ഉണർവോടെയായിരിക്കണം, എത്ര ദാഹമുള്ളവരായിരിക്കണം. തീക്ഷ്ണതയുള്ളവരായിരിക്കണം. തീക്ഷ്ണത പറഞ്ഞാൽ കോപമല്ല, തീക്ഷ്ണത വേറെയാണ്. ദൈവത്തെക്കുറിച്ച് ഉണർവുള്ളവരായിരിക്കണം നാം. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? ലോകത്തിലുള്ളതായ ആളുകൾക്ക് അനേകർക്ക് യേശുവിനെ അറിയില്ല. യേശുക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്ന് അറിയുകയില്ല. മരണശേഷമുള്ളതായ നിത്യജീവനെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ അവർക്കറിയില്ല. ഭൗതികരായ മനുഷ്യർക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. അടുത്തത് ജഡീക മനുഷ്യൻ എന്ന് പറയുന്നു. ജഡീകരായിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തെയും വേണം, ഭൂതത്തെയും വേണം, ലോകത്തെയും വേണം, ദൈവത്തെയും വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചിട്ട് കുറേ നേരം ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്യുന്നതാണെന്നാണ്. ശരിയാണോ? സത്യമാണോ? ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയരുത്, അങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. അവർ ജഡീകരായ മനുഷ്യരാണോ അതോ ആത്മീയരായിട്ടുള്ള മനുഷ്യരാണോ? പറയൂ. നിങ്ങൾ അറയ്ക്കുള്ളിൽ മന്ത്രിക്കുന്നത് പുരപ്പുറത്ത് ഘോഷിപ്പാനിടയാകും. രഹസ്യമായതെല്ലാം വെളിപ്പെടാതിരിക്കില്ല എന്ന ദൈവത്തിന്റെ വചനം അറിയുന്ന വ്യക്തികൾ ആരും തന്നെ മനുഷ്യനെ ഭയപ്പെട്ടിട്ട് നുണ പറയുകയില്ല. ഇവിടെ ഒരു വാക്കും അവിടെ മറ്റൊരു വാക്കും പറയില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഇന്ന്. ചർച്ചിലൊരു പേര്, ജോലി സ്ഥലത്ത് മറ്റൊരു പേര്. ചില ആളുകളാണെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ ക്രിസ്ത്യാനികളാണെന്നുള്ള വിഷയം അറിയുകയേയില്ല. എന്താണ്, നിങ്ങൾ തണുത്തതായ ക്രിസ്ത്യാനികളാണോ അതോ ചൂടുള്ള ക്രിസ്ത്യാനികളാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നവരായ ആടുന്നതായ ക്രിസ്ത്യാനികളാണോ അതോ ആത്മീയ പക്വത പ്രാപിച്ചതായ നല്ല ക്രിസ്ത്യാനികളാണോ? പറയൂ. സംസാരിക്കുന്നില്ല. കുറ്റബോധമുള്ള കള്ളൻ പിന്നെ ഒന്നും തന്നെ മിണ്ടുകയില്ല. ചീത്ത കൂട്ടുകെട്ട് നിനക്കെന്തിനാണ് ഉണ്ടാകുന്നത്? നീ തണുത്തിരിക്കുന്നു, ശീതോഷ്ണവാനാകുന്നു. ആലയത്തിൽ വരുമ്പോൾ മാത്രം ഉണർവുണ്ടാകുന്നു. ഓവനിൽ വെക്കുന്നത് പോലെ അതിൽ വെച്ചിട്ട് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചൂടാകുന്നു. ആ ഭക്ഷണം വെളിയിൽ കൊണ്ടുവരുമ്പോൾ ചൂടായിട്ടിരിക്കുമോ? ഇല്ല, അത് ആറി തണുത്തിരിക്കുന്നത് കാണാം. ചിലപ്പോൾ മുകൾ ഭാഗം മാത്രം ചൂട് കാണും, അകത്ത് തണുപ്പായിരിക്കും. അതുകൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഇന്നുള്ള ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. ചർച്ച് മൈക്രോവേവ് ഓവൻ പോലെയാണ്. ചർച്ചിലിരിക്കുമ്പോൾ വലിയ ചൂടും ആത്മീയതയുമാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചൂടാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കും, ഞാൻ ഒരുക്കമാണ് എന്ന് വളരെ ശക്തിയോടെ പറയും. അത് യേശുവേ, ഇന്നും മുതൽ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയും. ആമേൻ പറഞ്ഞിട്ട് അപ്പോൾ മുതൽ തുടങ്ങും അടുത്ത പരിപാടി. എന്താണ്? വീട്ടിൽ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്നത്. വീടെടുത്ത് തിരിച്ചു വെക്കുന്നത് കാണാം. ജാഗ്രത. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ പിശാച് നമ്മെ തകർക്കുവാൻ, നമ്മെ നിരാശപ്പെടുത്തുവാൻ, ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ, എന്തെങ്കിലുമൊക്കെ കലഹമുണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സമാധാനവും നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയണം. ഈ കാലത്ത് നോക്കുമ്പോൾ ദൈവം പറയുന്നത് വ്യഭിചാരത്തിന്റെ തലമുറയാണെന്ന്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, എത്രയോ പീഡനങ്ങൾ, മാനഭംഗങ്ങൾ നടക്കുന്നു. എത്രയോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും ഇതിനെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. കാരണം ഈ ലോകം നശ്വരമാണ്. നശിച്ചു പോകുന്നതായ ഈ ലോകത്ത് ഞാനും നീയും അഗ്നിയെപ്പോലെ ജ്വലിക്കണമെന്ന്, അന്ധകാരത്തിന് നടുവിൽ ജ്യോതിസ്സുകളായിട്ട് പ്രകാശിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാ വ്യക്തികളും കണ്ണുകളടയ്ക്കുക. പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവം ഒരു അത്ഭുത കാര്യം നിന്റെ ഹൃദയത്തിൽ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് നിന്റെ സ്ഥിതി നീ അറിയുകയും, നീ ദൈവത്തിന് മുൻപിൽ ഏതു സാഹചര്യത്തിലായിരിക്കുന്നു എന്ന് നിന്നെക്കുറിച്ച് അറിയുന്ന രീതിയിൽ നിന്നെ സകല സത്യത്തിലും നടത്തുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയെ സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ ഇനിയും കാത്തിരിക്കുകയാണ് ക്ഷമയോടുകൂടി. എന്തുകൊണ്ടാണ്? നിന്നെ ഉണർവുള്ളവനാക്കുന്നതിനായി.
നിന്നെ തീക്ഷ്ണതയുള്ളവനാക്കുന്നതിന്, നിന്നെ ദൈവത്തിനു വേണ്ടി പ്രകാശിപ്പിക്കുന്നവനാക്കി മാറ്റാൻ, വേല ചെയ്യുന്നവനാക്കി മാറ്റുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. കർത്താവെ, ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന വേദന കാണണമേ. അവരുടെ നെടുവീർപ്പുകളെ നീ കേൾക്കണമേ. എത്രയോ തവണ നിന്റെ വചനങ്ങൾ കേട്ടിട്ടും നിന്നെ അനുസരിക്കാതെ അവസാനം പിശാചിന് കീഴ്പ്പെട്ടു പോയ ആളുകളെ ദർശിക്കണമേ. ഇന്നു മുതൽ ഞാൻ സമർപ്പണത്തോടു കൂടി നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആളുകളെ നീ ദർശിക്കണമേ. എത്രയോ കാലമായി ഞങ്ങളെ തന്നെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിച്ച് ഞങ്ങളെ തന്നെ വഞ്ചിക്കുന്നുണ്ടപ്പാ. ഈ സമയത്ത് പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനമെന്ന ദുശീലത്തിന് അടിമയായിട്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ, വെളിയിൽ വരുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. ലോകത്തിൽ വിശ്വസിച്ചു, വ്യക്തികളിൽ ആശ്രയിച്ചു, വഞ്ചിക്കപ്പെട്ടു, ദുശീലം ഉപേക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, പാപം വിട്ടുകളയാൻ പറ്റാത്തതായ സ്ഥിതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ സകലരെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. അവർക്ക് വലിയ വിടുതൽ നീ കൊടുക്കുമാറാകണമേ. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവേ, നിത്യ നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുവാൻ പാടില്ല. അവർ തള്ളപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. എല്ലാ വ്യക്തികളും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നീ കൊടുക്കുന്ന പുതിയ ജീവനെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്റെ സാക്ഷികളായി ഉണർവ് പ്രാപിച്ച ജനമായിട്ട് പ്രകാശിക്കുവാനുള്ള കൃപ നൽകുമാറാകണമേ. ഞങ്ങൾ നിന്ദിതരല്ല എന്നും ദൗർഭാഗ്യവാന്മാർ അല്ല എന്നും ദരിദ്രർ അല്ല എന്നും ഞങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എന്നും നീതിമാന്മാരായി മാറ്റപ്പെട്ട ജനമാണെന്നും വിശുദ്ധരായി മാറ്റപ്പെട്ട ജനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.